ഞാൻ ഡോക്ടർ സജീവ് മറ്റത്തിൽ അക്യുപഞ്ചർ ക്ലിനിക്ക്. നമ്മുടെ അടുത്ത് പല വിധത്തിലുള്ള രോഗികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അതിൽ 7 ഉറക്കഗുളിക കഴിക്കുന്ന ഒരു രോഗി എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞാൽ, സാറേ ഇത് ഒന്ന് ഒഴിവാക്കി തരണം ഉറക്കഗുളിക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഉറക്കഗുളിക ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഞാൻ ചികിത്സ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഉറക്കഗുളിക പൂർണ്ണമായിട്ട് ഒഴിവായി. അദ്ദേഹം പൂർണ്ണമായിട്ട് ഉറങ്ങാൻ തുടങ്ങിയതായിട്ട് എന്നെ അറിയിച്ചു. അപ്പോൾ ഉറക്കത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണത്തിൽ നേരത്തെ തന്നെ ഒരു 6 മണിയാകുമ്പോഴത്തേനും 6 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. അത് ഒന്നെങ്കിൽ വൈകുന്നേരം പഴങ്ങളോ അല്ലെങ്കിൽ സലാഡുകളോ ആക്കി മാറ്റുക. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് 9 മണിക്ക് ആകുമ്പോൾ നമ്മൾ കിടക്കുക വേണം. അതിനുശേഷം നമ്മൾ 3 മണിക്ക് ശേഷം നമ്മൾ എഴുന്നേൽക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ നീങ്ങി കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അതിനെ ക്രമപ്പെടുത്തി നമുക്ക് കൃത്യമായിട്ട് ഉറക്കം ആ സമയത്ത് നമുക്ക് കൊണ്ടുവരും. അത് ഉറങ്ങാതിരുന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റുകളെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള വിസർജ്യങ്ങളെ അല്ലെങ്കിൽ ശരീരത്തിൽ മെയിൻ്റനൻസ് ഇത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കും. നമ്മൾ ഉറക്കം കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ. നമ്മൾ കൃത്യമായിട്ട് ഉറക്കം പാലിക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരു മരുന്നുമില്ലാതെ ഒരു രോഗങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഉറക്കം മാത്രം പാലിച്ചാൽ തന്നെ മരുന്നുകളൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.